സ്റ്റാൻഡേർഡ് 10 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 മാനവികത പാർട്ട് 1. അറിവിന്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിന്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. റോജർ ബേക്കൺ. 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകൻ റോജർ ബേക്കൺ യുക്തിചിന്ത, അറിവിന്റെ സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് മേൽപ്പറഞ്ഞ വാക്കുകൾ. 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു. റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലനിന്നിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിന്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. 14-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വിവിധ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം പ്രാചീന യൂറോപ്പിലെ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം, മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണത. ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾ. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളാണ് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ. ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ അറിയപ്പെടുന്നത് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ. ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാലഘട്ടം BC 12-ാം നൂറ്റാണ്ട് മുതൽ BC 4-ാം നൂറ്റാണ്ട് വരെ. റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം BC 7-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെ. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളുടെ സവിശേഷതകൾ. മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, മാനവികത, നഗരജീവിതത്തിന്റെ വളർച്ച, കച്ചവടത്തിന്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കല, ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത് ഇറ്റലിയിൽ. ഇറ്റലിയിൽ ആവിർഭവിച്ച മാറ്റങ്ങൾക്ക് ചരിത്രകാരൻ നൽകിയ പേര് നവോത്ഥാനം, റെനൈസൻസ്. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റമാണ് നവോത്ഥാനം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണകാലം നവോത്ഥാനകാലം. നവോത്ഥാനം, റെനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നവോത്ഥാനം ഇറ്റലിയിൽ. ഇറ്റലിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. മധ്യ ധരണാഴിയിലേക്ക് ഉന്തി നിൽക്കുന്ന 3 ഉപദ്വീപുകൾ മധ്യത്തിലുള്ളത് ഇറ്റാലിയൻ ഉപദ്വീപ്. നിരവധി ചെറുദ്വീപുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രയാത്രകൾക്ക് വളരെ അനുയോജ്യമായിരുന്നു. വടക്ക് ആൽപ്സ് പർവ്വതവും അതിന് തൊട്ടു തെക്കുള്ള ഫലഭൂയിഷ്ഠമായ ലംബാർഡി സമതലവും ഇറ്റലിയുടെ മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ഇറ്റലിയിലെ ഒരു പ്രധാന നഗരം റോം. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെക്കുറിച്ചുള്ള അറിവ്, ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളുള്ള കാര്യക്ഷമത. ബുക്ക് കീപ്പിംഗ്. ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിന്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ്. മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങൾ റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ്, ഫ്ലോറൻസ്, മിലാൻ. ഫ്ലോറൻസ് 1865 മുതൽ 1870 വരെ ഇറ്റലിയുടെ തലസ്ഥാന നഗരം. മധ്യകാല യൂറോപ്പിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം. ഇറ്റാലിയൻ നവോത്ഥാനത്തിന്റെ ജന്മസ്ഥലം. നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നു. വളരെ കാലം ഫ്ലോറൻസ് ഭരിച്ചിരുന്നത് മെഡിച്ചി കുടുംബം. മധ്യകാലഘട്ടത്തിൽ ഏതൻസ് എന്നറിയപ്പെട്ടു. ഹിസ്റ്റോറിക് സെന്റർ ഓഫ് ഫ്ലോറൻസിനെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചത് 1982. ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരി വർഗം വളർന്നു വരാനിടയാക്കിയ സാഹചര്യം. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് ഫ്യൂഡൽ നാടുവാഴികൾ അധികാരമേറ്റു. നൂറ്റാണ്ടുകൾക്കു ശേഷം ഇറ്റാലിയൻ ഉപദ്വീപിൽ നിരവധി കച്ചവട നഗരങ്ങൾ ഉയർന്നു വന്നു. അറബികളിൽ നിന്ന് പൗരസ്ത്യ ദേശത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങി പശ്ചിമ യൂറോപ്പിലെ ഭൂപ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും അവ കൈമാറ്റം ചെയ്ത കച്ചവടക്കാരായിരുന്നു ഇറ്റലിയിലെ നഗരങ്ങളിൽ വസിച്ചിരുന്നത്. ഇവർ കച്ചവടത്തിന് പുറമെ പണമിടപാടും നടത്തിയിരുന്നു. അങ്ങനെ ഇറ്റാലിയൻ നഗരങ്ങളിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. ക്രമേണ കച്ചവട താല്പര്യം മുൻനിർത്തി പല കുടുംബങ്ങളും കൂടിച്ചേർന്ന് വലിയ കുടുംബങ്ങളായി മാറി. ഇവർ കൂടിയാലോചിച്ചാണ് നഗരങ്ങളിൽ ഭരണം നടത്തിയിരുന്നത്.
100 മുതൽ 1000 വരെ ധനിക കുടുംബങ്ങൾ ഈ നഗരങ്ങളിൽ കച്ചവടം ഭരണവും നിയന്ത്രിച്ചിരുന്നു. ഇറ്റാലിയൻ കുടുംബങ്ങൾ വളർന്നു വന്ന നഗരങ്ങൾ: മെഡിച്ചി വളർന്നു വന്ന നഗരങ്ങൾ ഫ്ലോറൻസ്, സ്ഫോർസോ വളർന്നു വന്ന നഗരം മിലാൻ, ഫർണീസി ഇറ്റാലിയൻ കുടുംബം വളർന്നു വന്ന നഗരം പാർമ, ഓർസീനി നേപ്പിൾസ്, വിസ്കൊന്തി മിലാൻ. 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ: മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച, മതമേധാവിത്വത്തിന് ശക്തി ക്ഷയിച്ചു, സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയായി. കുരിശ് യുദ്ധങ്ങൾ: വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ. ഏഷ്യയെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി. കുരിശ് യുദ്ധങ്ങളുടെ കാലഘട്ടം CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ. കുരിശ് യുദ്ധങ്ങളും ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയും: മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യം, വെനസെൻഡർ, കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരത്തിലേക്ക് ഒഴുകി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമിലെ ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച് ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. തൽഫലമായി പ്രാചീന റോമൻ ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ വിദ്യാഭ്യാസ സമ്പന്നരായ വ്യാപാരികൾക്കുണ്ടായ താൽപര്യം ജനിച്ചു. കലകളുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ഓരോ ഇറ്റാലിയൻ നഗരങ്ങളും ആഗ്രഹവും ശ്രമവും പ്രകടിപ്പിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്തു പ്രതികൾ, കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാക്കന്മാരും പുരോഹിതരും കണ്ടെടുത്ത് സംരക്ഷിച്ചു. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെ സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരരാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ, പാരീസ്, മേപ്പാടി മോടി പിടിപ്പിക്കുകയും സന്യാസിനി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി കണക്കാക്കപ്പെട്ടു. ബ്യൂബോണിക് പ്ലേഗ്: 14-ാം നൂറ്റാണ്ടിൽ മധ്യത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട മഹാമാരി ബ്യൂബോണിക് പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടായി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു വന്ധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി. നിലവിലുണ്ടായ മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പ്ലേഗിന്റെ ഭീകരത മനുഷ്യന്റെ ജീവിതത്തിലെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ചു തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക്, ഹ്യൂമനിസത്തിലേക്ക് നയിച്ചു. ബ്ലാക്ക് ഡെത്ത്: 1347-നും 1351-നും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ് പ്ലേഗ് എന്ന മഹാമാരിയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം: തുർക്കികൾ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453. കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയിൽ ചെലുത്തിയ സ്വാധീനം: പ്രാചീന ഗ്രേക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്തു പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. കോൺസ്റ്റാന്റിനോപ്പിൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിന്റെ കേന്ദ്രമായി. മധ്യധരനായ ലോകം, മെഡിറ്ററേനിയൻ വേൾഡ്
വികസിച്ചു വന്നതിന് അടിസ്ഥാനമായ നഗരം. മധ്യധരണ്യായും മെഡിറ്ററേനിയൻ സീ കരിങ്കടലും സന്ധിക്കുന്ന ബോസ്ഫോറസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് ഗ്രീക്കുകാർ സ്ഥാപിച്ച ഒരു ചെറിയ നഗരം ബൈസാന്റിയം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ മധ്യേഷ്യ വഴി നടന്നിരുന്ന വ്യാപാരത്തിന് കേന്ദ്രമായിരുന്നു ബൈസാന്റിയം. വാണിജ്യത്തിന് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി BC 4-ാം നൂറ്റാണ്ടിൽ ഈ നഗരത്തെ തന്റെ സാമ്രാജ്യത്തിന്റെ 2ാം തലസ്ഥാനമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നഗരത്തിന്റെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാക്കി മാറ്റി. റോമ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ ഈസ്റ്റേൺ റോമൻ എംപയർ തലസ്ഥാനമായി പട്ടുതുണി പാത സിൽക്ക് റൂട്ട്. BC 2-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെ കരമാർഗം മധ്യധരണ്യായുമായി ബന്ധിപ്പിച്ചിരുന്ന വാണിജ്യപഥം ട്രേഡ് റൂട്ട്. മധ്യേഷ്യ വഴിയുള്ള ഈ വാണിജ്യപാത അവസാനിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൽ. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നും പട്ടും മറ്റ് കച്ചവട വസ്തുക്കളും വാണിജ്യ സംഘങ്ങൾ മധ്യധരണ്യായു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നത് പട്ടുതുണിപ്പാത വഴി. അതിനാലാണ് ഈ പാത പട്ടുതുണിപ്പാത എന്ന പേരിൽ പ്രസിദ്ധമാകുന്നത്. മനുഷ്യർ കേന്ദ്രമാകുന്നു. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രം സ്കോളാസ്റ്റിസം. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്ര വിജ്ഞാപനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു. ദൈവത്തിനും പരലോക ജീവിതത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് രൂപപ്പെട്ട ആശയം സ്കോളാസ്റ്റിസം. മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപപ്പെട്ട ആശയം മാനവികത. യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന എഴുത്തുകാർ ജോർജ് ജെയിംസിന്റെ സ്റ്റോളൻസൺ ലെഗസി, മാർട്ടിൻ ബർണലിന്റെ ബ്ലാക്ക് അഥീന, ദ അഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ, യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ്, അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരന്മാർ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത്. മാനവികതയും സ്കോളാസ്റ്റിസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മാനവികത മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്. മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകി. സ്കോളാസ്റ്റിസിസം ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്. മാനവികത മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി മാനവികതയിൽ മതത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. സ്കോളാസ്റ്റിസിസം ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള തത്വശാസ്ത്രം. മാനവികത ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള മാനവികതയുടെ പരിവർത്തനമായിരുന്നു മാനവികതയുടെ അടിസ്ഥാനം. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. എന്നാൽ സ്കോളാസ്റ്റിസത്തിൽ വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനും ഊന്നൽ നൽകിയിരുന്നു. മാനവികതയുടെ കടന്നുവരവോടുണ്ടായ മാറ്റങ്ങൾ. മാനവികതയുടെ കടന്നുവരവോടെ പ്രാചീന ഗ്രൈക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടെ വായിച്ചു. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകരായ അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. മാനവികതവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികളെ രചിച്ചു. ഗ്രൈക്കോ റോമൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രൈക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ദൈവത്തെയും സമ്പന്നരെയും ശക്തിയുടെയും പൂർണ്ണ സൗന്ദര്യത്തോടെ ചിത്രീകരിച്ചിരുന്ന ഗ്രൈക്കോ റോമൻ കലയ്ക്കു പകരം മനുഷ്യർ സ്വാഭാവികതയോടെ നവോത്ഥാന കലയിൽ ചിത്രീകരിക്കപ്പെട്ടു. ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങി മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും മാനവികത സ്വാധീനിച്ചു. അരിസ്റ്റോട്ടിൽ പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകൻ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടലിന്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടു. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത്. 12-13 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ അരിസ്റ്റോട്ടലിന്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. നവോത്ഥാന കല. നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകൾ സവിശേഷമായ മാറ്റങ്ങൾക്ക് വിധേയമായി. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം ഫ്ലോറൻസ്. മധ്യകാലത്ത് ചിത്രം, മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ദൈവികതയ്ക്ക് പ്രാധാന്യം. നവോത്ഥാന കാലത്ത് ചിത്രങ്ങളിൽ
ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങി ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. മാനവികതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ചിത്രകല. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയാണ് ചിത്രകല. ചിത്രകാരർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളുടെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അനാട്ടമി അവർ കൈവരിച്ചിരുന്ന അറിവ് ഇതിന് സഹായകമായി. യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി. ഇഹലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളവയും യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്നവയുമായി. ദൈവ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരന്മാർ പൊതുവെ തിരഞ്ഞെടുത്തിരുന്നത്. നവോത്ഥാന ചിത്രകലയുടെ സവിശേഷതകൾ: ഭൂദൃശ്യങ്ങൾ, ലാൻഡ്സ്കേപ്സ്, വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിന്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, പോർട്രേറ്റ്സ്, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം, ഐഡിയലൈസ്ഡ്. ആഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രം വരച്ച ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരൻ ജിയോവന്നി ബെല്ലിനി. ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിന്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിന്റെ പിടികൂടൽ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ ഡിഫോഴ്സയും എന്ന പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രം വരച്ച ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരൻ പിയറോ ഡെല്ല ഫ്രാൻസെസ്ക. ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡാ മോണ്ടെ ഫെൽട്രോയും ബാറ്റിസ്റ്റ സ്ഫോഴ്സയും എന്ന പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രം വരച്ച ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരൻ. ഗ്രേക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത് ജിയോട്ടോയുടെ ചിത്രങ്ങളിൽ. ചിത്രകലാരംഗത്ത് കടന്നുവന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മസാച്ചിയോ. അദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും പ്രതലങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായി തോന്നുന്നവയുമായിരുന്നു. ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളായാണ് തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചത്. വത്തിക്കാനിലെ സിസ് ടൈറ്റൻ ചാപ്പലിന്റെ മുകൾത്തട്ടിൽ ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും വരച്ച പ്രതിഭാശാലി മൈക്കലാഞ്ചലോ. പ്രശസ്തമായ ഇറ്റാലിയൻ കലാകാരൻ. ചിത്രകലയിലും ശില്പകലയിലും ഒരേ സമയം പ്രാവീണ്യം പ്രകടിപ്പിച്ചു. 1501 മുതൽ 1504 വരെ കാലഘട്ടത്തിൽ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച ദാവീദ് എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത് ഫ്ലോറൻസിൽ. ഇപ്പോൾ ഈ ശില്പം ഗല്ലേരിയ ഡെക്കാലാഡെമിയയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. ലിയാൻഡ്രോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങൾ അന്ത്യ അത്താഴം, മൊണാലിസ, വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ ഡാവിഞ്ചി അതുല്യനായിരുന്നു. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച ബഹുമുഖ പ്രതിഭ. നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനുഷിക വികാരങ്ങളാണ് അന്ത്യ അത്താഴത്തിൽ പ്രതിഫലിക്കുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവങ്ങളിൽ ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് 2 ചിത്രകാരന്മാർ ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. ശില്പകല. ഇറ്റലിയിൽ ജീവിച്ചിരുന്ന നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ ശില്പി ഡൊണാറ്റെല്ലി 1386-1466. ജനനം ഫ്ലോറൻസ്, ഇറ്റലി. ഗ്ലാസ്, വെങ്കലം, തടി, കളിമണ്ണ്, മെഴുക് തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു തന്റെ ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നത്. മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച ശില്പി അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു. ഒരു കാലിൽ തന്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. പ്രാചീന റോമിലെ കുതിര പടയാളികളെ ഓർമ്മിപ്പിക്കുന്ന ഡൊണാറ്റെല്ലിയോയുടെ ശില്പം ഗത്താമലാത്ത. കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവ്. മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാറ്റെല്ലി ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രേക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ ശില്പങ്ങൾ: ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയാത്ത, വീരനായ ദാവീദിന്റെ ശില്പം,
നവോത്ഥാന ശില്പകലയുടെ സവിശേഷതകൾ. മധ്യകാലത്തെ ഗോതിക് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു രീതി ഈ കാലഘട്ടത്തിലുണ്ടായി. ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും ലഭിച്ചു. മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിച്ചു. വാസ്തുവിദ്യ. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല. വാസ്തുവിദ്യാ രംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചത് ഫിലിപ്പോ ബ്രൂണൽസ്കി. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോതിക് വാസ്തുവിദ്യാശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രേക്കോ റോമൻ ക്ലാസിക്കൽ ശൈലിയാണ് അദ്ദേഹത്തിന്റെ നിർമ്മിതികളെ സ്വാധീനിച്ചത്. അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ ഗോതിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു. ഡ്യൂമോ, മൈക്കലാഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണികഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്. ഗോതിക് ശൈലി ഉയർന്ന ഗോപുരങ്ങളുടെയും മുനയുള്ള കമാനങ്ങളുടെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ ഗ്രേക്കോ റോമൻ ശൈലി താഴികക്കുടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലി ഉദയം ചെയ്തത് ഫ്രാൻസിൽ. ഗോതിക് ശൈലി. പ്രധാന സവിശേഷത ഗോതിക് ശൈലിയുടെ മുനയുള്ള കമാനങ്ങൾ, പോയിന്റഡ് ആർക്ക്. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. അതായത് പോയിന്റഡ് ആർക്ക് പോലുള്ള നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഗോതിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടു. നവോത്ഥാനം സാഹിത്യം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. വില്യം ഷേക്സ്പിയർ. ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ നിന്ന്. നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരിൽ ഒരാളായിരുന്നു ഷേക്സ്പിയർ. നവോത്ഥാനത്തെ സാഹിത്യത്തിന്റെ സവിശേഷതകൾ. നവോത്ഥാന സാഹിത്യകാർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മധ്യകാലത്ത് നിലനിന്നിരുന്നത് സ്കോളസ്റ്റിക് സിസ്റ്റത്തിൽ നിന്നുള്ള മോചനമായിരുന്നു അടിസ്ഥാന സവിശേഷത. പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരും രചനകൾ നടത്തിയത്. ഗദ്യസാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് ദാന്തി. ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ദാന്തി. നരകം, ശുദ്ധീകരണ സ്ഥലം, പോർക്കേറ്ററി, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തിയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഡിവൈൻ കോമഡിയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്കു വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഡിവൈൻ കോമഡിയിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ദാന്തി ഡിവൈൻ കോമഡി രചിച്ച ഭാഷ ഇറ്റലിയിലെ പ്രാദേശിക ഭാഷ. മാനവികതയുടെ പ്രധാന പ്രചാരകളിൽ ഒരാളായിരുന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ പെട്രാർക്ക്. അദ്ദേഹത്തിന്റെ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുമുള്ളതായിരുന്നു. മൈക്കലാഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണികഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്. ഗോതിക് ശൈലി ഉയർന്ന ഗോപുരങ്ങളുടെയും മുനയുള്ള കമാനങ്ങളുടെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ ഗ്രേക്കോ റോമൻ ശൈലി താഴികക്കുടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. മധ്യകാലത്തിന്റെ രണ്ടാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലി ഉദയം ചെയ്തത് ഫ്രാൻസിൽ. ഗോതിക് ശൈലി. പ്രധാന സവിശേഷത ഗോതിക് ശൈലിയുടെ മുനയുള്ള കമാനങ്ങൾ, പോയിന്റഡ് ആർക്ക്. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. അതായത് പോയിന്റഡ് ആർക്ക് പോലുള്ള നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഗോതിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടു. നവോത്ഥാനം സാഹിത്യം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. വില്യം ഷേക്സ്പിയർ. ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ നിന്ന്. നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരിൽ ഒരാളായിരുന്നു ഷേക്സ്പിയർ. നവോത്ഥാനത്തെ സാഹിത്യത്തിന്റെ സവിശേഷതകൾ. നവോത്ഥാന സാഹിത്യകാർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മധ്യകാലത്ത് നിലനിന്നിരുന്നത് സ്കോളസ്റ്റിക് സിസ്റ്റത്തിൽ നിന്നുള്ള മോചനമായിരുന്നു അടിസ്ഥാന സവിശേഷത. പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരും രചനകൾ നടത്തിയത്. ഗദ്യസാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് ദാന്തി. ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ദാന്തി. നരകം, ശുദ്ധീകരണ സ്ഥലം, പോർക്കേറ്ററി, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തിയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഡിവൈൻ കോമഡിയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്കു വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഡിവൈൻ കോമഡിയിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ദാന്തി ഡിവൈൻ കോമഡി രചിച്ച ഭാഷ ഇറ്റലിയിലെ പ്രാദേശിക ഭാഷ. മാനവികതയുടെ പ്രധാന പ്രചാരകളിൽ ഒരാളായിരുന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ പെട്രാർക്ക്. അദ്ദേഹത്തിന്റെ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലുമുള്ളതായിരുന്നു. ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല. ഡെക്കാമറൻ എന്ന കൃതിയുടെ രചയിതാവായ നവോത്ഥാന സാഹിത്യകാരൻ ബൊക്കാച്ചിയോ. രാഷ്ട്രീയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന നിക്കോളോ മാക്കിയവെല്ലിയുടെ കൃതി ദി പ്രിൻസ്. താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയാണെന്ന് മാക്കിയവെല്ലി കരുതി. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ്. അതിനാൽ രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
മധ്യകാലത്ത് ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്കിയവെല്ലി തന്റെ ദി പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്ദൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തന്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിർത്തുന്നതിനു വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അതൊരു രാജാവ് വകവയ്ക്കേണ്ടതില്ല. മാക്കിയവെല്ലി രാജാവിനെ കുറിച്ചുള്ള മാക്കിയവെല്ലിയുടെ കാഴ്ചപ്പാട്. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു മാനവികവാദിയും എഴുത്തുകാരിയുമായിരുന്ന വനിത കസാദ്ര ഫെഡറലെ. കസാദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിനെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇറ്റലിയിലെ മാനവികവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തി അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. സാഹിത്യകാരർ. കൃതി. രാജ്യം. ഇറാസ്മസ്, ദി പ്രിൻസ് ഓഫ് ഹോളി, നെതർലാൻഡ്. ജെഫി ചോസർ, കാർപൻട്രി കഥകൾ, ഇംഗ്ലണ്ട്. തോമസ് മൂർ, ഉട്ടോപ്പിയ, ഇംഗ്ലണ്ട്. മിക്വൽ ഡെ സർവാന്തെ, ഡോൺ കിഹോട്ട്, സ്പെയിൻ. ഫ്രാൻസോ റാബലൈ, ഗാഗൻഡുവയും പാൻഡഗ്രുളും, ഫ്രാൻസ്. അച്ചടിശാലയുടെ പങ്ക്. നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് അച്ചടി. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജോഹനസ് ഗുട്ടൻബർഗ്, ജർമ്മനി. ജോഹനസ് ഗുട്ടൻബർഗ് ജർമ്മനിയിലാണ് യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. 5-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയുടെ അച്ചടി യന്ത്രം ലോഹനിർമ്മിതിയും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം. അറിവിന്റെ വ്യാപനം. സാക്ഷരതയിലുണ്ടായ പുരോഗതി. വിദ്യാഭ്യാസ പുരോഗതി. അച്ചടിച്ച പുസ്തകങ്ങളുടെ കടന്നുവരവ്. വായനാശീലത്തിന്റെ വളർച്ച. പുസ്തകങ്ങൾ സ്വന്തമാക്കുവാനും വായിക്കുവാനുമുള്ള അവസരം. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ സാഹിത്യകൃതികൾ മറ്റ് ഗ്രന്ഥങ്ങളും ജനങ്ങൾക്ക് വ്യാപകമായി വായിക്കാൻ തുടങ്ങി. പെട്രാർക്ക്, മാനവികതയുടെ പിതാവ്. യൂറോപ്യൻ നവോത്ഥാനത്തിന് ഉദയസൂര്യനെ കരുതപ്പെടുന്ന പ്രതിഭാശാലി. വിശ്വാസത്തിനും മതപരമായ കാര്യങ്ങൾക്കും ഊന്നൽ നൽകിയിരുന്ന മധ്യകലാ സാഹിത്യകരിൽ നിന്നും വ്യത്യസ്തമായി പെട്രാർക്ക് തന്റെ കൃതികളിൽ മനുഷ്യനും പ്രകൃതിക്കും ഊന്നൽ നൽകി. 14 വരികളുള്ള ഗീതങ്ങൾ എന്ന കാവ്യരൂപം പെട്രാർക്കിന്റെ സൃഷ്ടി അല്ലെങ്കിലും അതിനെ തേച്ചുമിനുക്കി ഒരു ഉത്തമ കാവ്യരൂപമാക്കി മാറ്റിയെടുക്കുന്നതിൽ പെട്രാർക്കിന്റെ സംഭാവന വളരെ വലുതാണ്. കസാന്ദ്ര ഫെഡാലെ. മാനവിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം തിരിച്ചറിയുന്ന പ്രതിഭാശാലികളും സർഗ വൈഭവമുള്ളവരെ നവോത്ഥാന കാലത്ത് സ്ത്രീകളിൽ പ്രധാനി. ഒരു മാനവിക പണ്ഡിതന്റെ ഗുണങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ലെന്ന ആശയത്തെ ചോദ്യം ചെയ്തു. ഗ്രീക്ക് ഭാഷയിലും ലത്തീൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന ഫെഡലെ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് ഇറ്റലിയിലെ പാദുവ സർവകലാശാലയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. സ്ത്രീകളുടേതിനേക്കാൾ കൂടുതൽ പുരുഷന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരിമിതമായ നിർവചനം നൽകിയ റിപ്പബ്ലിക്കിനെ വിമർശിച്ച സ്ത്രീ എഴുത്തുകാരിയാണ് കസാദ്ര ഫെഡാലെ. ഇസബെല്ലെ ദെസ്തെ. നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റൊരു പ്രമുഖ വനിത. ഭർത്താവിന്റെ അഭാവത്തിൽ മാൻഡുവ പ്രദേശത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്ന ഇസബെല്ലെ ദെസ്തെ പുരുഷ മേൽക്കോയ്മയുടെ ഒരു ലോകത്ത് സാമ്പത്തിക ശക്തിയും സ്വത്തുവകകളും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വം നേടിയെടുക്കാൻ കഴിയൂ എന്ന ദൃഢവിശ്വാസം മുറുകെ പിടിച്ച വ്യക്തിയായിരുന്നു. നവോത്ഥാനവും ചരിത്ര രചനയും. ലോകചരിത്രം. പ്രാചീനം, മധ്യം, ആധുനികം. പ്രാചീനം CE 5-ാം നൂറ്റാണ്ട്, ആധുനികം CE 15-ാം നൂറ്റാണ്ട്. പഠന സൗകര്യാർത്ഥം ലോകചരിത്രത്തെ വിഭജിക്കുന്നത് CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീനം, CE 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യം, 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലം. നവോത്ഥാന കാലഘട്ടത്തിൽ നിലവിൽ വന്ന രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ചരിത്രകാരൻ ഫ്ലോവിയോ ഫിയാൻഡോ ലിനാർഡോ ബ്രൂണി. ഇന്ത്യ ചരിത്രത്തിന്റെ കാലഘട്ട വിഭജന രീതി. ഇന്ത്യ ചരിത്രം. പ്രാചീനകാലം, മധ്യകാലം, ആധുനികകാലം. CE 8-ാം നൂറ്റാണ്ട് പ്രാചീനം, CE 18-ാം നൂറ്റാണ്ട് ആധുനിക കാലം. CE 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീനകാലം, CE 8-ാം നൂറ്റാണ്ടും CE 18-ാം നൂറ്റാണ്ടും ഇടയിലുള്ള കാലം മധ്യകാലം, CE 18-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലം. നവോത്ഥാന ചരിത്രരചനയുടെ സവിശേഷതകൾ. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കുള്ള ചിന്തകളിലേക്കുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള സൂപ്പർ നാച്ചുറൽ പവറാണെന്നുള്ള മധ്യകാലത്തെ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ വൃത്താന്തങ്ങൾക്കും ക്രോണിക്കിൾസ് പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായി മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്രബിന്ദുവായി മാറി. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചു. തൽഫലമായി ചരിത്രകാരർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കൈയെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. പ്രാചീന കൈയെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമായുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിലെ വിമർശകർക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി.
ദിനവൃത്താന്തം. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരുന്നത് കൊട്ടാര ചിത്രകാരെ. രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചിത്രകാരർ വിളിച്ചത് ദിനവൃത്താന്തങ്ങൾ. ദിനവൃത്താന്തങ്ങൾ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. നവോത്ഥാന ചിത്രരചനയെ സമ്പന്നമാക്കിയ സാഹിത്യകാരൻ നിക്കോളോ മാക്കിയവെല്ലി. നവോത്ഥാനവും ശാസ്ത്രവും. 1609 ശാസ്ത്രത്തിന്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പദുവ നഗരത്തിലെ തന്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾസ് ബ്രൈറ്റിന്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിന്റെ പ്രാരംഭവാക്യം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രം. പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതികശാസ്ത്രങ്ങളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നും സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി. 16-ാം നൂറ്റാണ്ട് വരെ ഈ സിദ്ധാന്തത്തിന് ഒരു കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് വാദിച്ച പോളണ്ടുകാരനായ പുരോഹിതൻ കോപ്പർനിക്കസ് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചത് ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കണ്ടെത്തിയത് കെപ്ലർ. ഇത് 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ ശരിവച്ചു. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത സിസറോണ്ടുകാരൻ പാരാസെൽസസ് മൃതശരീരങ്ങളെ കീറിമറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തത് അഡ്രിയസ് വെനാലിയസ്. ഐസക് ന്യൂട്ടൺ 1643-1727 രാജ്യം ഇംഗ്ലണ്ട്. പ്രവർത്തന മേഖല ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, ജ്യോതിശാസ്ത്രം. വഹിച്ചിരുന്ന പ്രധാന പദവികൾ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം, ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. സംഭാവനകൾ: ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ സിദ്ധാന്തം, ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം. പ്രസിദ്ധീകരണങ്ങൾ: പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഒപ്റ്റിക്സ്. നിക്കോളാസ് കോപ്പർനിക്കസ് 1473-1543. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പോളണ്ടുകാരൻ. ഭൂമിയാണ് പ്രപഞ്ച കേന്ദ്രം എന്ന ടോളമിയുടെ സിദ്ധാന്തം പൊളിച്ചെഴുതിയത് കോപ്പർനിക്കസ് ആണ്. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന കോപ്പർനിക്കസ് തന്റെ സിദ്ധാന്തത്തോട് യാഥാസ്ഥിതികരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ ഭയപ്പെട്ടിരുന്നു. അതിനാൽ കോപ്പർനിക്കസിന്റെ ആശയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുവാൻ ഏറെ കാലമെടുത്തു. അവസാന നാളിൽ പുറത്തിറക്കിയ പുസ്തകം വാനഗോളങ്ങളുടെ ഭ്രമണം. ജോഹന്നാസ് കെപ്ലർ 1571-1630. ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്ന ജർമ്മൻകാരൻ. സൗരകേന്ദ്രീകൃത വ്യവസ്ഥയുടെ സൺ സെന്റർഡ് സിസ്റ്റം ഒരു ഭാഗമാണ് ഭൂമി എന്ന സിദ്ധാന്തത്തെ പ്രശസ്തമാക്കിയ കെപ്ലറുടെ ഗ്രന്ഥം കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി. ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത് വൃത്താകൃതിയിലല്ല, ദീർഘവൃത്താകൃതിയിലാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഗലീലിയോ ഗലീലി 1564-1642. ജനനം പിസ നഗരം, ഇറ്റലി. 1609 തന്റെ 45-ാം വയസ്സിൽ അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണം നടത്താൻ തുടങ്ങി. ഗലീലിയോ കണ്ടെത്തിയ വ്യാഴത്തിലെ 4 ഉപഗ്രഹങ്ങൾ യൂറോപ്പ, ലോ, ഗയാനിമിഡ്, കാലിസ്റ്റോ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിച്ച് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഗലീലിയോയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം ഡയലോഗ് കൺസേണിംഗ് ദ 2 ചീഫ് വേൾഡ് സിസ്റ്റംസ്, ടോളമിക് ആൻഡ് കോപ്പർനിക്കൻ. മതനവീകരണം, റീഫോർമേഷൻ. നവോത്ഥാനത്തിന്റെ സ്വാധീനം യൂറോപ്പിൽ മതരംഗത്തും പ്രതിഫലിച്ചു. കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പശ്ചാത്തലമൊരുക്കിയത് ഇറാസ്മസിനെ പോലുള്ള മാനവികവാദികളെ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, നവോത്ഥാന റോളർ തുടങ്ങിയവരുടെ വിമർശനങ്ങളും. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കുന്നതിന് പുറത്തിറക്കിയ പാപവിമോചന പത്രത്തിന്റെ ഇൻഡോജീനിയസ് വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. വിമോചന പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന് മത നേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതിലൂടെ സഭാ നേതൃത്വം ലക്ഷ്യമിട്ടത് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിലൂടെ ചെയ്ത് പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക. പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയ്ക്കായി ജർമ്മനിയിലെത്തിയ ഡൊമിനിക്കൻ സന്യാസി ജോഹാൻ ടെറ്റ്സെൽ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മാനവികത പ്രസ്ഥാനത്തിന്റെ ആരംഭവുമായി കണക്കാക്കുന്നത് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിന്റെ വാതിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തന്റെ 95 പ്രബന്ധങ്ങൾ 95 തീസിസ്
പതിപ്പിച്ചത്. ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂഥർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. മാർട്ടിൻ ലൂഥർ തന്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഭാഷ. അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂഥറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് വിറ്റൻബർഗ് സർവകലാശാല, ജർമ്മനി. അദ്ദേഹം വിറ്റൻബർഗ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ഉൾറിച്ച് സ്വിംഗ്ലി, ജോൺ കാൽവിൻ. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് രാജാവായ ഹെൻറി എട്ടാമൻ. രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നത് ഇംഗ്ലണ്ടിൽ. ഇത് ദേശീയ സഭ, നാഷണൽ ചർച്ച് എന്നറിയപ്പെട്ടു. പ്രതിമത നവീകരണം, കൗണ്ടർ റിഫോർമേഷൻ. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭയുടെ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ അറിയപ്പെട്ടത് പ്രതിമത നവീകരണം. പ്രതിമത നവീകരണത്തിന്റെ ഭാഗമായി സഭാ നേതൃത്വത്തിൽ ഒരു സമ്മേളനം സുനഹദോസ്ത് വിളിച്ചു ചേർത്തത് ട്രെൻറ്റ്, വടക്കൻ ഇറ്റലി. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തൽഫലമായി പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡിക്കസ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി ഇൻക്വിസിഷൻ പുനഃസ്ഥാപിച്ചു. മത നവീകരണത്തിന്റെ പ്രധാന പങ്കുവഹിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ സ്ഥാപിച്ച പുരോഹിതൻ ഇഗ്നേഷ്യസ് ലയോള, സ്പെയിൻ. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് കഴിഞ്ഞു. കത്തോലിക്കാമത നവീകരണം, കത്തോലിക് റിഫോർമേഷൻ എന്നും ഇതറിയപ്പെട്ടു. പ്രതിമത നവീകരണം ഗ്രേക്കോ റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവിക ആശയങ്ങളുടെ വികാസ പരിണാമ ഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും സ്വാധീനതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിന്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെ വ്യാപാര വിനിമയങ്ങളിലൂടെ വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ട്രെൻറ്റിൽ സഭാ നേതൃത്വത്തിന്റെ സമ്മേളനം, കൗൺസിൽ ഓഫ് ട്രെൻറ്റ്. പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിനെതിരെ കത്തോലിക്ക സഭ 1545 to 1563 കാലത്ത് വിളിച്ചുകൂട്ടിയ സമ്മേളനം. സഭ ചേർന്നത് ട്രെൻറ്റ് പട്ടണം, വടക്കൻ ഇറ്റലി. സഭയുടെ ലക്ഷ്യം കത്തോലിക്ക സഭയുടെ നിയമങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ചർച്ച ചെയ്യുക. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം പോപ്പിന്റെ മേധാവിത്വത്തെ നിരാകരിക്കുന്നതിനെ കത്തോലിക്ക സഭ വിമർശിച്ചു. കത്തോലിക്ക സഭയിലെ പുരോഹിതർക്ക് പരിശീലനം നൽകുന്നതിന് സെമിനാരികൾ സ്ഥാപിക്കുവാനും അഴിമതികൾ ഇല്ലാതാക്കുവാനും ഈ സമ്മേളനം തീരുമാനിച്ചു. മതവിചാരണ കോടതി, കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ. എതിർപ്പുകളെ നേരിടുന്നതിനും മതമേലധ്യക്ഷന്മാരുടെ പ്രാമാദിത്വം നിലനിർത്തുന്നതിനും കത്തോലിക്ക സഭ ആരംഭിച്ച കോടതി സംവിധാനം. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങി മധ്യകാലത്ത് സജീവമായ ഈ സംവിധാനം ഇറ്റലി, പോർച്ചുഗൽ എന്നീ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഈ വിചാരണ കോടതികൾ 19-ാം നൂറ്റാണ്ടോടെ ഇല്ലാതായി. ഇൻഡെക്സ് 1559 പോപ്പ് പോൾ നാലാമത്തെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടിക അറിയപ്പെട്ടത് ഇൻഡെക്സ്. കത്തോലിക്ക സഭയെ വിമർശനങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനാണ് ഇത് പുറത്തിറക്കിയത്. മാർട്ടിൻ ലൂഥർ, ജോൺ കാൽവിൻ തുടങ്ങിയ പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതരുടെ കൃതികൾ മാത്രമല്ല, കത്തോലിക്ക വിശ്വാസികളെ ഭേദിച്ച മികച്ച ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഈ നിരോധിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പുതിയ വിമർശന ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുമ്പോൾ അവ ഇൻഡെക്സിലേക്ക് ചേർക്കുന്ന പതിവും അന്ന് നിലവിലുണ്ടായിരുന്നു. സൊസൈറ്റി ഓഫ് ജീസസ്, ഈശോ സഭ. ലളിത ജീവിതത്തിനും ദരിദ്രരെ സേവിക്കുന്നതിനുമായി സ്വന്തം ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ലയോള. ഈശോ സഭ സ്ഥാപിച്ചത് ഇഗ്നേഷ്യസ് ലയോള 1540. പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളെ നേരിടാൻ സ്ഥാപിച്ചത് ഈശോ സഭ. ഈ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുയായികൾ അറിയപ്പെട്ടത് ജെസ്യൂട്ടുകൾ. ദരിദ്രരെ സേവിക്കുക, മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവ് വിപുലീകരിക്കുക എന്നിവയായിരുന്നു ജെസ്യൂട്ടുകളുടെ ദൗത്യം. ഈശോ സഭയുടെ ലക്ഷ്യം വിദ്യാഭ്യാസം, മിഷണറി പ്രവർത്തനം, ഭൗതിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ കാത്തോലിക്ക വിശ്വാസങ്ങളെ സംരക്ഷിക്കുക. ഈശോ സഭയുടെ ലക്ഷ്യം വിദ്യാഭ്യാസം, മിഷണറി പ്രവർത്തനം, ഭൗതിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കാത്തോലിക്ക വിശ്വാസങ്ങളെ സംരക്ഷിക്കുക.